നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഡാർവിനിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ദിവസം ബംഗ്ലാദേശ് ഓസ്ട്രേലിയയ്ക്ക് മേൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ കാഴ്ച കാണുമ്പോൾ ചെറിയ ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് വരുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിനെതിരെ 2 ടെസ്റ്റ്, ന്യൂസിലാൻഡിനെതിരെ 4 ടെസ്റ്റ്. ഇതിൽ അറ്റ്ലീസ്റ്റ് 2-3 ടെസ്റ്റുകൾ അവരുടെ ഹോമിൽ ഓസ്ട്രേലിയ തോൽക്കുകയാണെങ്കിൽ WTCയിൽ ഇന്ത്യയുടെ ഫൈനൽ ക്വാളിഫിക്കേഷൻ അതൊരു മാസീവ്ലി ഹെൽപ്പായിട്ട് മാറും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ടീമിൻ്റെ ക്വാളിഫിക്കേഷനാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുകൊണ്ട് കാത്തിരിക്കാം. ഒരു പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് മേൽ ബംഗ്ലാദേശ് ഇവിടെ പിടിമുറുക്കുകയാണെങ്കിലോ. ആദ്യം 198 റൺസിന് ഓസ്ട്രേലിയയെ ബംഗ്ലാദേശ് എറിഞ്ഞിടുമ്പോൾ നമ്മൾ കരുതിയത് അതേ നാണയത്തിൽ ഓസ്ട്രേലിയ ഇന്ന് തന്നെ തിരിച്ചടിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് 24 ഓവർ എറിഞ്ഞ ഓസ്ട്രേലിയക്ക് ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റിയുള്ളൂ. ബംഗ്ലാദേശ് വളരെ ബ്രിസ്കായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്തു. അവർ 96 റൺസിലേക്ക് എത്തി. ഇപ്പം ബംഗ്ലാദേശ് ആദ്യ ഇന്നിങ്സിൽ ട്രെയിൽ ചെയ്യുന്നത് 9 വിക്കറ്റുകൾ കയ്യിലിരിക്കെ 102 റൺസ് മാത്രമാണ്. ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ആ 3 സെഷനുകളും, സെഷൻ 1, സെഷൻ 2, സെഷൻ 3 എല്ലാം വിൻ ചെയ്തത് ബംഗ്ലാദേശാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായാലും ഓസ്ട്രേലിയ 198-ന് ഓൾ ഔട്ട് ആകുമ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ബൗളിംഗ് പ്രകടനം വന്നിട്ടുള്ളത് ഹസൻ മഹ്മൂദിൽ നിന്നാണ്. അദ്ദേഹം 6 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശ് ഇന്ന് സ്റ്റംസിൻ്റെ സമയത്ത് ഒരു വിക്കറ്റിന് 96 റൺസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിനായിട്ടിപ്പോൾ ക്രീസിലുള്ളത് ഒന്ന് തൻസീദ് ഹസനാണ്. അദ്ദേഹം 67 പന്തിൽ നിന്ന് 32 റൺസുമായിട്ട് നിൽക്കുന്നു. ഒപ്പം മൊമിനുൽ ഹക്ക് ഉണ്ട്, 49 പന്തിൽ നിന്ന് 35 റൺസുമായിട്ട് നിൽക്കുന്നു. ഇന്നാകെ പുറത്തായ ബാറ്റർ ഷദ്മൻ ഇസ്ലാമാണ്. അദ്ദേഹം 30 പന്തിൽ നിന്ന് 20 റൺസ് എടുത്ത് നിൽക്കവേ മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ നദാൻ ലിയോൺ പിടിച്ചാണ് പുറത്തായത്. ഏതായാലും സ്റ്റാർക്ക് 7 ഓവറിൽ 28 റൺസിന് ഒരു വിക്കറ്റ്. ജോർജ് ഹേസൽവുഡ്, കാമറൺ ഗ്രീൻ, പാറ്റ് കമിൻസ്, നദാൻ ലിയോൺ എന്നിവരൊക്കെ വിക്കറ്റ്ലെസ് ആയിട്ടുണ്ട്. ആദ്യ ദിവസം 24 ഓവറാണ് ഒരു ബോൾ ചെയ്തത്. നാളെ ആദ്യ സെഷനിൽ തന്നെ ബംഗ്ലാദേശിന് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ലീഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓസ്ട്രേലിയയുടെ ഇന്നിങ്സിൽ ഇന്ന് സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് സ്റ്റീവ് സ്മിത്തിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അവരെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തി. അദ്ദേഹം 109 പന്തിൽ നിന്ന് 71 റൺസ് അടിച്ചു. മറ്റൊരു ബാറ്റർക്ക് പോലും 25 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. ട്രാവിസ് ഹെഡ് 22, ഫെദറാൾഡ് 23, ലബുഷൈൻ 1, കാമറൺ ഗ്രീൻ 13, അലക്സ് ക്യാരി 19, വെബ്സ്റ്റർ 12, പാറ്റ് കമിൻസ് 9, സ്റ്റാർക്ക് 1, നദാൻ ലിയോൺ 7. ഇങ്ങനെയാണ് മറ്റു വിക്കറ്റുകൾ വീണത്. ഹേസൽവുഡ് 4 റൺസ് അടിച്ച് പുറത്താകുന്നു. ഹസൻ മഹ്മൂദിനെ കൂടാതെ അദ്ദേഹത്തിന് 6 വിക്കറ്റ് ഉണ്ട്. അദ്ദേഹത്തെ കൂടാതെ ടസ്കിൻ അഹമ്മദും അതുപോലെ തന്നെ ഇബാദത്ത് ഹുസൈനും 2 വീതം വിക്കറ്റുകളാണ് ബംഗ്ലാദേശിന് വേണ്ടി എടുത്തത്. ഏതായാലും ഇന്നത്തെ ദിവസം ബംഗ്ലാദേശ് കൊണ്ടുപോയി. അതുകൊണ്ട് മൈറ്റി ഓസിയെ നമ്മൾ എഴുതിത്തള്ളുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ഈ ടെസ്റ്റുകളിൽ നിന്ന് ഒരു 2-3 ടെസ്റ്റുകൾ ന്യൂസിലാൻഡിനോടും ബംഗ്ലാദേശിനോടും ഒക്കെ ആയിട്ട് ഓസ്ട്രേലിയ തോൽക്കുകയാണെങ്കിൽ, നമുക്കത് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കുകയാണെങ്കിൽ പ്രതീക്ഷ കൈവിടണ്ട. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫ്ലക്സ് എടുത്താം.